നമസ്കാരം. ന്യൂസ് 99 കേരള വൺ ടൈം ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. 31 വർഷങ്ങൾക്ക് മുൻപ് പഠിപ്പിച്ച അധ്യാപികയുമായി പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വീണ്ടും കണ്ടുമുട്ടുകയും പരിചയം പുതുക്കിയ ശേഷം അവരുടെ വിശ്വാസം നേടിയെടുത്ത് 27 ലക്ഷം രൂപയും 21 പവൻ സ്വർണ്ണാഭരണം തട്ടിയെടുത്ത കേസിൽ കർണാടകയിലെ ഹാസനിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ചെറിയമുണ്ടം തലക്കെടുത്തൂർ സ്വദേശി 51 വയസ്സുള്ള നീലിയത്ത് വേർക്കൽ ഫിറോസിനെയും 45 വയസ്സുള്ള ഭാര്യ റംലത്തിനെയും പരപ്പനങ്ങാടി പോലീസ് പിടികൂടി. പോലീസ് ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 1988-90 കാലഘട്ടത്തിൽ പരപ്പനങ്ങാടിയിലെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന അധ്യാപികയാണ് തട്ടിപ്പിന് ഇരയായത്. 31 വർഷങ്ങൾക്ക് ശേഷം നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ ഫിറോസ് അധ്യാപികയുമായി വീണ്ടും ബന്ധം സ്ഥാപിച്ചു. അവരുടെ വിശ്വാസവും സ്നേഹവും നേടിയെടുത്ത ശേഷം ഫിറോസും ഭാര്യ റംലത്തും ചേർന്ന് അധ്യാപികയുടെ വീട്ടിലെത്തി. സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു വ്യാപാരം ആരംഭിക്കുന്നതിനായി പണം ആവശ്യപ്പെട്ടു. ആദ്യഘട്ടത്തിൽ അധ്യാപിക 1 ലക്ഷം രൂപ നൽകി. തുടർന്ന് ലാഭവിഹിതമെന്ന് പേര് പറഞ്ഞ് ഏതാനും മാസങ്ങളിൽ 4000 രൂപ അധ്യാപികയ്ക്ക് തിരികെ നൽകി വിശ്വാസം ഊട്ടിയുറപ്പിച്ചു. പിന്നീട് 3 ലക്ഷം രൂപ കൂടി കൈവശപ്പെടുത്തി. അതിനുശേഷം 12,000 രൂപ മാസം തോറും ലാഭവിഹിതമായി നൽകി. തുടർന്നുള്ള ഘട്ടത്തിൽ വിവിധ തവണകളിലായി 27 ലക്ഷം രൂപ കൈവശപ്പെടുത്തി. എന്നാൽ ഇതിനുശേഷം ലാഭവിഹിതം നൽകുന്നത് നിലച്ചു. അധ്യാപിക വിവരം അന്വേഷിച്ചപ്പോൾ വ്യാപാരത്തിന്റെ വിപുലീകരണത്തിനായി കൂടുതൽ പണം ആവശ്യമാണെന്ന് ഫിറോസ് അറിയിച്ചു. ഇതോടെ അധ്യാപിക തന്റെ കൈവശമുണ്ടായിരുന്ന 21 പവൻ സ്വർണ്ണാഭരണങ്ങളും ഇവർക്ക് കൈമാറി. ഈ സ്വർണം തിരൂരിലെ ഒരു ബാങ്കിൽ പണയം വെച്ച ശേഷം ഫിറോസ് അവ വിറ്റു. തുടർന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത ഇവർ കർണാടകയിലെ ഹാസനിലേക്ക് മുങ്ങി. അവിടെ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. പരാതിയെ തുടർന്ന് പരപ്പനങ്ങാടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഫിറോസിനെയും ഭാര്യ റംലത്തിനെയും ഹാസനിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. കേസിൽ തുടർ അന്വേഷണം നടന്നുവരികയാണ്. ന്യൂസ് 99 മലപ്പുറം. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.